അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു ഞാനൊരു AI ആണോ എന്നുള്ളത്. ഞാൻ AI അല്ല, ഞാനൊരു റിയൽ ഹ്യൂമൻ ആണ്. എൻ്റെ പേര് അലീഷ എന്നാണ്. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഗൂഗിളിൻ്റെ ദുബായ് ഓഫീസിലാണുള്ളത്. ഇതൊരു ട്യൂട്ടോറിയൽ വീഡിയോ അല്ല, ഇതൊരു ജസ്റ്റ് വ്ളോഗാണ്. നമ്മൾ ഗൂഗിൾ അവരുടെ ഒരു ഇവൻറ്റിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗൂഗിളിൻ്റെ കുറച്ച് ഗൂഗിൾ മീറ്റിൻ്റെ കുറച്ച് ഹാർഡ്വെയർ ഡിവൈസസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ നമ്മളെ വിളിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നമ്മൾ ഗൂഗിളിൻ്റെ IOൻ്റെ ഉള്ളിൽ നമ്മൾ ഗൂഗിൾ ബീമിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നല്ലേ, വീഡിയോ കോൺഫറൻസിന് വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് ഹാർഡ്വെയർസ് അവർ ഇറക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് ഡിവൈസസും അവരുടെ കൊളാബറേഷൻ ഹാർഡ്വെയർ കമ്പനീസൊക്കെ ഉള്ളല്ലോ, അതിൻ്റെയൊക്കെ കുറച്ച് ഡെമോ ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇവൻറ്റിന് നമ്മളെ ഇൻവൈറ്റ് ചെയ്തതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു ഞാനൊരു AI ആണോ എന്നുള്ളത്. ഞാൻ AI അല്ല, ഞാനൊരു റിയൽ ഹ്യൂമൻ ആണ്. എൻ്റെ പേര് അലീഷ എന്നാണ്. നമുക്ക് ദുബൈയിൽ ഒരു AI ഓട്ടോമേഷൻ ഏജൻസി ഉണ്ട്. അതുപോലെ നമുക്ക് നാട്ടിൽ കൊരട്ടി ഇൻഫോ പാർക്കിൽ നമ്മുടെ കമ്പനിയുടെ പേരാണ് ഗ്യാൽടെക് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. കൊരട്ടി ഇൻഫോ പാർക്കിലാണത്. അതിൻ്റെ തന്നെ ഒരു എന്താ പറയുക, നമ്മളൊരു AI ട്രെയിനിങ്, അതുപോലെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ ഒക്കെ ട്രെയിനിങ് പോലത്തെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫിനിഷിംഗ് സ്കൂളാണ് ഗ്യാൽടെക് സ്കൂൾ എന്നുള്ളത്. അപ്പോൾ അതിലാണ് നമ്മൾ കുറച്ച് AIയുടെ വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ ഇതിലെ കുറച്ച് ഇവൻറ്റ്സും ആ ഒരു ഡിവൈസസും ഒക്കെ ഒന്ന് നിങ്ങളെയും കൂടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് ഞങ്ങളിതൊന്ന് വ്ളോഗാക്കി എടുക്കുന്നത്. നമ്മുടെ ദുബൈയിലുള്ള കമ്പനി ഗൂഗിളിൻ്റെ പാർട്ട്നേഴ്സാണ്. അതുകൊണ്ട് നമ്മളെ ഇതുപോലെയുള്ള ഇവൻറ്റ്സിന് ഗൂഗിൾ എപ്പോഴും ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ വീഡിയോ എടുത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ വീഡിയോൻ്റെ ഉള്ളിൽ കമൻറ്റ് ചെയ്യാറുണ്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന ആളൊരു അവതാറാണെന്നുള്ളത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇതൊരു വ്ളോഗാക്കി നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന വീഡിയോസിന് പലതും നമ്മൾ ഹേജൻ പോലെയുള്ള AI ടൂൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ വീഡിയോസ് റീജനറേറ്റ് ചെയ്യാറുണ്ട്. കംപ്ലീറ്റ്ലി ഞാനൊരു അവതാർ അല്ല എന്നുള്ളതൊന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇതൊരു വ്ളോഗാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ദുബായ് ഇൻ്റർനെറ്റ് സിറ്റിയുടെ ഉള്ളിലാണ് ഗൂഗിളിൻ്റെ ഓഫീസ് വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ആണ് മേജറായിട്ടുള്ള ടെക് ജയൻസ് എല്ലാവരുടെയും ഹെഡ് ക്വാർട്ടേഴ്സ് ഇവിടെ തന്നെയാണുള്ളത്. ഗൂഗിൾ ഉണ്ട്, ആമസോൺ, മൈക്രോസോഫ്റ്റ്, അങ്ങനെ മിക്ക ടെക് കമ്പനികളുടെയും ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ദുബായ് ഇൻ്റർനെറ്റ് സിറ്റിയുടെ ഉള്ളിലാണ്. നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ്. ടൈം ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവന്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള. അങ്ങനെ നമ്മൾ ഗൂഗിള് അവർ നമ്മളുടെ QR കോഡും നമുക്ക് മെയിലും കാര്യങ്ങളെല്ലാം ഇൻവൈറ്റ് സെൻഡ് ചെയ്ത കാര്യങ്ങളൊക്കെ എല്ലാം വെരിഫൈ ചെയ്തിട്ട് ആണ് നമ്മളെ ഇവന്റിന്റെ ഉള്ളിലേക്ക് ഇതാക്കുന്നത്. ഇത് അവരുടെ ജസ്റ്റ് ഒരു ലോബി സ്പേസ് ആണ്. അപ്പം ഇവരവിടെ കുറച്ച് ഇങ്ങനെ ക്യാരക്ടേഴ്സും അങ്ങനെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തിരുന്നു. ഇവിടെ കുറച്ച് ഇങ്ങനെ ഡിഫറെൻറ്റ് ലൈക്ക് അറബിക് ക്യാരക്ടേഴ്സിനെയൊക്കെ വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഒരു ആൻഡ്രോയിഡ് ഇതുപോലത്തെ ഒരു ക്യാരക്ടേഴ്സിനെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു ഗൂഗിൾ മീറ്റ് ഹാർഡ്വെയറിന്റെ ടീം ലീഡാണ് നിക്ക് എന്ന് പറയുന്ന ആള്. അതിനുശേഷം നമ്മൾ ഇവന്റിന്റെ ഇത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് തന്നെ അവിടെ കുറച്ച് സ്നാക്സ് ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി കുറച്ച് നോക്കി, കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നോക്കി, അതൊക്കെ എടുത്തു. അങ്ങനെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞാൻ അവിടെ നിന്ന് കഴിച്ചു. അതിനുശേഷം പിന്നെ നമ്മുടെ ഇവന്റ് നടക്കുന്ന ഹാളിലേക്ക് പോന്നു. അപ്പോൾ അവിടെ ഞാൻ ഒരു ഇരിക്കാനുള്ളൊരു സ്ഥലം, നമ്മുടെ ഒരു വിൻഡോയുടെ അടുത്ത് തന്നെ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് അവിടെ ഇരുന്നു. അപ്പോൾ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിലുള്ള യൂണിവേഴ്സിറ്റി ഓഫ് വോളോങ്ഹോങ്ങും പിന്നെ അതുപോലെ ഹീരോഡ് വാട്ട് യൂണിവേഴ്സിറ്റി, അതൊക്കെ ഇതിൻ്റെ നിയർ ബൈ ആണുള്ളത്. അങ്ങനെ നമ്മുടെ ഇവന്റ് സ്റ്റാർട്ട് ചെയ്തു. I think it's a nice feature to have. There's probably one of those things that it helps. The other thing is, and this is quite interesting today, and see what you think. Take notes for me. Again, it allows you to focus on the meeting.
I found this to be a very, very looking rooms and how it engages. And I think the thing today that we do see is that a lot of organisations are looking at the rooms internally and their spaces and thinking about them. അതിനുശേഷം ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് അവരവിടെ കുറേ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം വന്നൊന്ന് നോക്കി കുറച്ച് എടുത്തിട്ട് നമ്മൾ ഒന്ന് കഴിച്ചു ആ കാര്യങ്ങളൊക്കെ. അതിനുശേഷം പിന്നെ ഒരു പല ഹാർഡ്വെയർ ഡിവൈസസ് അവരുടെ പാർട്ട്ണർ കമ്പനീസൊക്കെ അതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു. അതായത് ഈ വീഡിയോ കോൺഫറൻസിങ് പോലത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇപ്പം നമ്മൾ ഈ കാണുന്നതാണ് ഗൂഗിൾ മീറ്റ് ഹാർഡ്വെയർ ഡിവൈസ്. ഇത് ബാക്കി പാർട്ട്ണർ കമ്പനീസൊക്കെ ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ആ ഒരു കംപ്ലീറ്റ് വീഡിയോ കോൺഫറൻസിങ് സിസ്റ്റം അവർ ചെയ്യുന്നത്. അപ്പോൾ അവർ ഓരോരുത്തരും അവരുടെ ഡിവൈസസിനെ കുറിച്ചും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളതെല്ലാം ഒന്ന് നോക്കി ഓരോ അവരവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് നമുക്കതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ ഡിവൈസുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് നോക്കിയിട്ട് ഓരോരോ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കി. അത് കഴിഞ്ഞ് നമ്മുടെ ഇവന്റ് പിന്നെയും സ്റ്റാർട്ട് ചെയ്തു. Do a lot of or find all that information very quickly without scanning through or having to watch a whole video or also using very sort of random techniques to find them. And then the admin and there's various ways you can check into that now. In dynamic layout, so sort of അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഗൂഗിളിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു വ്ളോഗായിരുന്നു. നമുക്ക് അടുത്ത ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് ഇനി കാണാം. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ നേരത്തെ ഉള്ള കഴിഞ്ഞ ആഴ്ചയും ഒക്കെ ഇട്ട വീഡിയോസിനെല്ലാം ഒരുപാട് പേര് നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും ഞാനൊരു ബിഗ് താങ്ക്സ് പറയുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് നമുക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.